വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രാവിലെ തന്നെ മോനെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അപ്പം ചെറിയൊരു ജലദോഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ട്. രണ്ടുപേർക്കും പനിയും കാര്യങ്ങളും ആണല്ലോ. മീനുട്ടിക്ക് എന്തായാലും ചൂട് കൊള്ളുന്നുണ്ട്, മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് കുറയുന്നുണ്ട്, അല്ലാതെ ഭയങ്കരമായിട്ട് കയറി അങ്ങനെ കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിങ്ങനെ ഇരിക്കുന്നു. പിന്നെ രാവിലെ ചൂടിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് ആളെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയപ്പോൾ ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഓരോ പരിപാടിക്കായിട്ട്, അപ്പം ഞാനും വിനുവേട്ടനും മോന് ഹാനും കൂടിയാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ദാണ്ട ചൂടപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന. ഇന്നെന്തോ അമ്മ അപ്പവും അപ്പത്തിന് അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കറി, അപ്പവും ഗ്രീൻ പീസ് കറി. അപ്പോൾ കഴിക്കട്ടെ, സമയമില്ലെന്ന്, ഒത്തിരി പരിപാടി ഉണ്ടല്ലോ. എവിടെ പോവാ? ഹെയർ കട്ട് ചെയ്യാൻ ഇല്ലയോ? ടാറ്റാ ചെല്ല്. ഓ പോ ചെല്ല്. കേറട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മളിതേ മീനുട്ടിയെ കൊണ്ടുപോയിട്ടൊന്നുമില്ല, കാരണം ചൂട് ചെറുതായിട്ട് രാവിലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കൊണ്ടുപോയില്ല, കാറ്റടിക്കണ്ടല്ലോ. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെ ഇടം വരെ പോകുന്നുണ്ട്, അന്നേരം കൊണ്ടുപോകാമെന്ന് കരുതി. ഇവിടെയാണ് മോനെ മുടി വെട്ടാനായിട്ട് കൊണ്ടുവന്നത്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വിനുവേട്ടൻ ഇവിടെ വന്ന് വെട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതാണ്. ആളിരുന്ന് റെഡിയായിട്ടൊക്കെ ഇരുന്ന്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വരയോ? ആ വരയൊക്കെ ഇടും, വരയൊക്കെ ഇട്ട് തരും കേട്ടോ. പണ്ട് കാലത്ത് നമ്മളെപ്പോലെ ഒന്നും അല്ലല്ലോ അവരിപ്പം. ഇപ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. കേട്ടില്ലേ പറഞ്ഞ വരയിടണമെന്ന്. അപ്പം വരയൊക്കെ ഇട്ട് വേണം ആളിന് ഹെയർ കട്ട് ചെയ്യാനൊക്കെയാണ് ആളിന് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഹെയറൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഫുൾ അടങ്ങിയൊക്കെ ഇരുന്ന്, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഡീസൻ്റായിട്ടിരുന്നു. ലാസ്റ്റ് വരയൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ആളിന് സന്തോഷമായി കേട്ടോ. ആദ്യമൊന്നും വിചാരിച്ച് ഇനി ഇടത്തില്ലയോ. പിന്നെ ഇടയ്ക്ക് ചിറ്റപ്പൻ വന്നപ്പം ചിറ്റപ്പനും പറഞ്ഞു വരയിടണമെന്ന്. അതൊക്കെ നല്ല ഡീസൻ്റായിട്ട് അടങ്ങിയിരുന്നു കൊടുത്ത്. അങ്ങനെ ബഹളമൊക്കെ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആളിന് ഇഷ്ടമാണ് ഹെയർ കട്ട് ചെയ്യാനായിട്ട്. അവൻ വരയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ലധികം സന്തോഷമൊക്കെ ആയി. പിന്നെ ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ വരയിടുമെന്നല്ല കരുതിയത്. ആ കോമ്പ് ചെയ്തേക്കുന്ന ലൈനില്ലേ, നമ്മൾ ആ സൈഡ് എടുത്തേക്കുന്നത്, ആ സൈഡിൽ ഇങ്ങനെ നീളത്തി ഇത്തിരി വീതിക്ക് അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ വിനോദനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു മോഡലിലാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇത് കുഴപ്പമില്ലായിരുന്നു, പ്രശ്നമൊന്നുമില്ല, അവന് ചേരുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ എന്താകും എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതേ നമ്മൾ വീട്ടിൽ വന്ന്, ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല. ഇവിടെ വന്നിട്ട് ദേവിന് അച്ഛനും മോളും കൂടി വണ്ടി കഴുകലാണ് പരിപാടി. വിനുവേട്ടൻ വണ്ടിയൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. അതിന് ഹെൽപ്പറായിട്ട് മീനുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. മീനുട്ടിക്ക് ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രണ്ടിലൊക്കെ ഇരുത്തി. നേരത്തെ പോയപ്പോൾ കരച്ചിലായിരുന്നു ഞങ്ങൾ പോയേന്. അപ്പോൾ പിന്നെ കരുതി നമുക്ക് വല്യമ്മയുടെ വീട് വരെ പോകാനുണ്ട്, അപ്പോൾ എന്തായാലും മീനുട്ടിയെ കൂടി കൊണ്ടുപോകാമെന്ന് കരുതി. അവിടെ ആകുമ്പം മീനുട്ടിക്ക് കളിക്കാനായിട്ട് മീനുട്ടിയുടെ ചേച്ചിയുണ്ട്. അപ്പോൾ സായി ചേച്ചിയെ കാണാം, സായി ചേച്ചിയുടെ അടുത്ത് പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടോട്ട് പോകാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ചേട്ടന്മാരെല്ലാവരും ഇവിടെ കളിയായിരുന്നു. അപ്പോൾ ആളിന് അവരുടെ കൂടെ കളിക്കണമെന്നും ഉണ്ട്, ഞങ്ങളുടെ കൂടെ വരണമെന്നും ഉണ്ട്, രണ്ട് മൈൻഡിലാണ്. എന്നാൽ ആൾ ഹാപ്പി ആയിട്ട് കൂടെ വന്നു. അവിടെ ചെന്ന് സായി ചേച്ചിയായിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഇങ്ങനെ ബൈക്കിൽ പോകുന്ന ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ബൈക്കിൽ പോകാൻ ആളിന് ഭയങ്കര ഇഷ്ടമാണ്. വാ വാ ഇനി വാ മിനിറ്റ്, ഇനി വാ. ഇപ്പൊ വരും, അച്ഛൻ വരും. പാപ്പ മേടിക്കാൻ പോയതാ. വാ. ആന്നോ? എന്ത് എന്നിട്ട് ക്യാറ്റ് ആന്നോ? എന്തുവാ ഷായി മേഡം?
പിടിക്കാൻ വയ്യ അത്. ഇതാണ് നമ്മുടെ സുജാത മോള്, എന്റെ വല്യമ്മയാ. ഹായ് പറ. ഹായ്. ആ ബാ ചെരുപ്പൂര് ഇഞ്ചുവാ. വേണ്ട ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. എന്തുവാ ഇത്? ഇത് കൊള്ളാലോ സാധനം. മൂക്കെന്താ ഒരു മുറിഞ്ഞോ? വർക്കിംഗ് ആണല്ലോ. പേടിയാ, ഡോക്ടർ നോക്കത്തില്ല. ഇതാരുടെ? ഹലോ ഗൈസ് പറഞ്ഞേ, പറ. ഹലോ ഗൈസ് വെരി ഗുഡ്. വീണിട്ട് ഒന്ന് പറഞ്ഞേ. അവിടെ അത് വെച്ചിക്ക് ചായ ചേച്ചി വെക്കുന്ന കണ്ടോ. എനിക്ക് തരുമോ ഒത്തിരി? എനിക്ക് തരുമോ? ചായക്ക് കൊടുക്കുവോ? ചായ ചേച്ചിന് കൊടുക്കാന്ന് പറ. ഓക്കെ പറ. കൊടുക്കാം. ഇതാണ് നമ്മുടെ ചൈത്രേച്ചി, എന്റെ ചേച്ചിയാണ്. ആര് മോനെ ഇത്? മമ്മി. ആരാ? കുറേ നേരം പിന്നെ പിള്ളേരുടെയൊക്കെ കൂടി ഇങ്ങനെ കളിയും സ്നാക്സ് കഴിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ കഥ പറച്ചിലും ഒക്കെ ആയിട്ട് കുറേ നേരം ഇരുന്നു. പിന്നെ നമ്മളൊരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എടുത്തേ. അങ്ങനെ ചോറും മീൻകറിയും മോരും ഒക്കെ ആയിട്ട് ഒത്തിരി നാളിന് ശേഷം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഇതാണ് വല്യച്ഛന് ഇപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ നിന്ന് വന്ന്. അന്നേരം വല്യച്ഛനെയും കാണിച്ചതാണ്. പിന്നെ എന്താ പറയുന്നത്, ഒത്തിരി നാളായി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം പിള്ളേരുടെ കൂടെ പിന്നെയും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങി. അതുവരെ അവിടെ എന്താ പറയുക ഒത്തിരി കുറച്ചായിരുന്നു പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഥയും കാര്യങ്ങളും പിന്നെ പിള്ളേരെ തമ്മിൽ കണ്ടതല്ലേ, അവർ കുറേ നേരം ഇങ്ങനെ കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. ടാറ്റ. വണ്ടിയിലെങ്ങനെ ഒന്ന് നോക്കിയിടേ എന്റെ. ബൈ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുന്ന വഴിക്ക് ഇവർക്ക് ലോട്ടി ചൊക്കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന 2 പേർക്കും. അപ്പം അത് ചേട്ടന് അനിയത്തി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ ബഹളമാണ് ചേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മീനുട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആദ്യമേ അവൻ കണ്ടതിൻ്റെ ബഹളമായിരുന്നു. പിന്നെ അകത്തേക്ക് വന്നപ്പോൾ പിള്ളേർ ചോറൊക്കെ ഉണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടുന്ന് കഴിച്ചുകൊണ്ട് പിന്നെ കഴിച്ചില്ല. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ടാറ്റ. See you, പറ മീനുട്ടി. See you.